Hey guys, welcome back to Red Team. I am your bro Manish Anand. സോ എൻ്റെ ചാനലിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വീഡിയോൻ്റെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ആ ഒരു ക്യാപ്ഷൻസിനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിൽ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, അങ്ങനെ തമിഴ് ഏത് വേണോ നിങ്ങൾക്ക്, ഏത് ലാംഗ്വേജിലോട് നിങ്ങൾക്ക് എൻ്റെ ക്യാപ്ഷൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ക്യാപ്ഷൻസ് ആയിട്ട് നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണാൻ നോക്കുക. നിങ്ങൾ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏത് ക്യാപ്ഷൻസിലാണോ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ മലയാളം വിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്യാപ്ഷൻസ് ഇട്ട് കാണാൻ നോക്കുക. ക്യാപ്ഷൻസ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീഡിയോസ് ഞാൻ എന്താണ് പറയുന്നത്. ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മളെ ആപ്സിൽ നമുക്ക് ഐക്കൺസ് മാറ്റാൻ പറ്റും. ഐക്കൺസ് എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യെസ്, യു ക്യാൻ ചേഞ്ച് ആൻ ആപ്സ് ഐക്കൺ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. ഹൗ ടു ഡു ഇറ്റ്. സോ ഗൈസ്, ആപ്പിൻ്റെ ഐക്കണും ആപ്പിൻ്റെ നെയിമൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഗെയിംസിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓഫ്ലൈൻ ഗെയിംസും പിന്നെ നിങ്ങൾ ആപ്സിൻ്റെ ഐക്കൺസും മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. സോ ആപ്പിൻ്റെ ഐക്കണും ആപ്പിൻ്റെ നെയിമും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ യുണീക്കായിട്ട് തോന്നുന്നില്ലേ? കണ്ടന്റ് എന്തോ യുണീക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാൻ നോക്കുക. സോ ഒരു ആപ്പിൻ്റെ ഐക്കണും ആപ്പിൻ്റെ നെയിമെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ടി വരും. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതിൽ നിങ്ങൾ പോയി ഡൗൺലോഡ് ആക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഡൗൺലോഡ് ആയിക്കോളും. ലെറ്റ്സ് ജംപ് ടു ദി ഫോൺ സ്ക്രീൻ. ആദ്യം അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് സെലക്ട് ആൻ APK ഫയലാണ് നമുക്ക് കൊടുക്കേണ്ടത്. സെലക്ട് ആൻ APK ഫയൽ നമുക്കിവിടെ സെലക്ട് APK ഫ്രം ആപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളെ ആപ്പിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ല. അത് വെച്ച് നമുക്ക് ഒരിക്കലും നമ്മളെ ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ നമുക്ക് സെലക്ട് ആൻ APK ഫയൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു APK ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കുറേ ആപ്സ്. സോ നിങ്ങളെ ഗെയിമിൻ്റെ APK ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റമിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഡൗൺലോഡ് ഫോൾഡറിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ സിമ്പിൾ എഡിറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ എഡിറ്റ്. അപ്പോൾ നമുക്കിവിടെ കുറേ ഫയൽസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫയൽസ്, ഇമേജസ്, ഓഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിമിൻ്റെ ഓഡിയോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഞാൻ അത് പറഞ്ഞു തരാം. നമുക്ക് ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇമേജസ് ക്ലിക്ക് ചെയ്യണം. സോ എന്നിട്ട് നമുക്കിവിടെ ആ ആപ്പിൻ്റെ ഐക്കൺ PNG നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഏറ്റവും താഴെയാണ്. അപ്പോൾ ഇവിടെ ആപ്പിൻ്റെ ഐക്കൺ PNG ഫോർമാറ്റിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കിവിടെ നമുക്ക് ഈ പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യണം. നമുക്ക് പെൻസിലിൻ്റെ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കുറേ ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ഫോൾഡറിൽ നിങ്ങൾ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ആപ്പിൻ്റെ ഐക്കൺ ആക്കേണ്ടത് നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ സിസ്റ്റമിൻ്റെ ഡൗൺലോഡിൻ്റെ ഫോൾഡറിൽ നിങ്ങൾക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 ഒരു ആപ്പിൻ്റെ ഐക്കണാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആപ്പിൻ്റെ ഐക്കൺ PNG ഫോർമാറ്റിൽ അയക്കണം. PNG ഫോർമാറ്റിൽ ഞാൻ എങ്ങനെ കൺവേർട്ട് ചെയ്യണം ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ ഇത് കൊടുക്കുകയാണ്. ഈ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 PNG ഫയൽ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്കിവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിവിടെ വർക്കിംഗ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഫൈനലി നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇൻസ്റ്റാൾ താഴെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ആപ്പ് ഇൻസ്റ്റാൾ ആക്കുമ്പോൾ നിങ്ങളുടെ ആപ്പിൻ്റെ ഐക്കൺ ഫുള്ളി നിങ്ങൾക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ആവുകയാണ്. സോ ആപ്പ് എന്തായാലും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊരു ഡൺ കൊടുക്കാം. ഞാൻ ഡൺ കൊടുത്തു. എന്നിട്ട് ഇനി ഞാൻ ആപ്പ് നമുക്ക് കാണിച്ചു തരാം.
അപ്പോൾ ആ ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് ഫുള്ളി ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥ ഗെയിമിൻ്റെ പേര് റോപ്പ് ഹീറോ വൈസ് ടൗൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഐക്കൺ ഞാൻ ചേഞ്ച് ആക്കി ഞാൻ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പേരെങ്ങനെ, ഈ ആപ്പിൻ്റെ പേര് നമുക്ക് നെയിം എങ്ങനെ നമുക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. നെയിം മാറ്റാൻ വേണ്ടി നമുക്കൊന്നുമില്ല. നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് APK എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷനിൽ പോകുക. എന്നിട്ട് നമുക്കിവിടെ സെലക്ട് APK ഫ്രം ആപ്പ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് APK ഫ്രം ആപ്പ് കൊടുക്കുക. നെയിം ചേഞ്ച് ആക്കാൻ ഭയങ്കര സിമ്പിളാണ്. സോ നമ്മളത് കൊടുത്തു. താഴെ റോപ്പ് ഹീറോ എന്ന് സെർച്ച് ചെയ്യുക. നമ്മളെ ഏത് ഗെയിമാണ് നമ്മൾ മോഡിഫൈ ചെയ്തത് നമുക്കിവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുക. കോമൺ എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. കോമൺ എഡിറ്റ്. സോ കോമൺ എഡിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ ആപ്പിൻ്റെ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആപ്പിൻ്റെ നെയിം. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആപ്പിൻ്റെ പേര് GTA 5 എന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സേവ് എന്ന് കൊടുക്കാൻ പോവുകയാണ്. സേവ് വേണ്ടത്. ഫൈനലി നമ്മളെ ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ആയതുപോലെ തന്നെ നമ്മളെ ആപ്പിൻ്റെ പേര് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ താഴെ നമുക്ക് ഇൻസ്റ്റാൾ തന്നെ കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഇങ്ങോട്ടാക്കിയാൽ GTA 5 എന്നാണ് കാണാൻ പറ്റും. GTA 5 കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് GTA 5 ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ടിൽ എൻഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി കണ്ടന്റ്. ഞാൻ ഇതുപോലെയുള്ള ടെക് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഇനിയും. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓളെന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.